പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് എന്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ. കർത്താവായ യേശു ക്രിസ്തു നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹം എന്താണെന്ന് ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ ആഗ്രഹം എന്താണ് ഇഷ്ടപ്പെടുന്നത്, ഇവയെല്ലാം ശ്രദ്ധിച്ച് തന്റെ മക്കൾക്ക് വേണ്ട സഹായം ചെയ്യുന്നതായിരിക്കും. 20-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിൽ വായിച്ചാൽ, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ, നിന്റെ താൽപര്യമൊക്കെയും നിവർത്തിക്കട്ടെ. നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹത്തെ ദൈവം നൽകി നിങ്ങളുടെ താൽപര്യത്തെ നിറവേറ്റി നിങ്ങളെ അനുഗ്രഹിക്കും. ഒരിക്കൽ ഒരു ചെറുപ്പക്കാരി എനിക്കൊരു നീണ്ട കത്ത് എഴുതിയിരുന്നു. കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അവൾ, എനിക്ക് അച്ഛനും അമ്മയുമില്ല, ചെറുപ്പത്തിൽ തന്നെ 2 പേരും നഷ്ടപ്പെട്ടു. എന്റെ അടുത്ത ബന്ധുക്കളാണ് എന്നോട് സഹതാപം തോന്നി എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ സ്നേഹം കാണിക്കും, ചിലപ്പോൾ കറുത്ത മുഖം കാണിക്കും. എനിക്കെന്തു വേണമെങ്കിലും അവരുടെ മുന്നിൽ കൈനീട്ടണം. അച്ഛനും അമ്മയുമായിരുന്നെങ്കിൽ അവകാശത്തോടെ ചോദിക്കാം. ഇതെന്നോടുള്ള സഹതാപം കൊണ്ടാണ് എല്ലാം ചെയ്യുന്നത്. ധൈര്യത്തോടെ ഒന്നും ചോദിക്കാനാവില്ല. അതുകൊണ്ട് പേടിച്ചുകൊണ്ടാണ് ഓരോ ദിവസവും ജീവിക്കുന്നത്. ദൈവത്തിന്റെ കൃപ കൊണ്ട് എന്റെ ഇഷ്ടപ്രകാരം നന്നായി പഠിക്കാൻ സാധിച്ചു. പോസ്റ്റ് ഗ്രാജുവേഷൻ പൂർത്തിയാക്കി. നന്നായി പഠിച്ചതുകൊണ്ട് അവർക്കും എതിർത്ത് പറയാനായില്ല. ഇപ്പോൾ പറയുന്നു, ഇവളെ എങ്ങനെ കല്യാണം കഴിപ്പിക്കും, ലക്ഷക്കണക്കിന് ചിലവാകുമല്ലോ. അതുകൊണ്ട് ഏതോ ഒരാൾക്ക് ധാരാളം പഠിപ്പും പണവുമുള്ള ഒരാളെ അന്വേഷിച്ചാലല്ലേ സ്ത്രീധനം കൊടുക്കേണ്ടതുള്ളൂ. ഏതെങ്കിലും ഒരാൾക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുക്കാം എന്നവർ തമ്മിൽ സംസാരിക്കുന്നു. ആ മകൾ വേദനയോടെ എനിക്ക് കത്തെഴുതി. എന്റെ മാതാപിതാക്കൾ ഉണ്ടായിരുന്നെങ്കിൽ അവരോട് ചെന്ന് പറയാമായിരുന്നു എന്റെ ആഗ്രഹവും ഇഷ്ടവും. പക്ഷെ ഇപ്പോൾ ഒന്നും പറയാനാവില്ല. അവരെന്നോടുള്ള സഹതാപം കൊണ്ട് എന്നെ പഠിപ്പിച്ചു. ഒന്നും പറയാനാവില്ല. എനിക്ക് വേറെ ആരാണുള്ളതെന്ന് എനിക്കെഴുതി. ഞാൻ മറുപടി കൊടുത്തു, സ്വർഗീയ പിതാവുണ്ട്. യേശു നിന്റെ ആഗ്രഹം നിറവേറ്റും. നിന്റെ ഇഷ്ടം ദൈവത്തോട് പറഞ്ഞു നോക്ക്. ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്ക്, വിശ്വാസത്തോടെ പ്രാർത്ഥിക്ക്. ദൈവം നിനക്കൊരു അത്ഭുതം ചെയ്യുമെന്ന്. ചില മാസങ്ങൾക്ക് ശേഷം ക്ഷണക്കത്തടക്കമുള്ള ഒരു കത്ത് അവൾ എനിക്കയച്ചു. അവൾ പറഞ്ഞു, അങ്കിൾ, നിങ്ങൾ പറഞ്ഞതുപോലെ എന്റെ ആഗ്രഹങ്ങളെല്ലാം പറഞ്ഞ് ഞാൻ യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിച്ചു. വളരെ അത്ഭുതകരമായി എന്റെ കുടുംബക്കാർ അതിശയിക്കുന്ന വിധത്തിൽ എന്നേക്കാൾ കൂടുതൽ പഠിച്ച, ദൈവഭക്തിയുള്ള, വലിയ പദവിയിലുള്ള ഒരു ചെറുപ്പക്കാരന്റെ കുടുംബക്കാർ നേരിട്ട് വന്ന് എന്നെ സ്വീകരിക്കാൻ അവർ തയ്യാറാണെന്ന് പറഞ്ഞിരിക്കുന്നു. ഈ ക്ഷണക്കത്ത് വെച്ച് പ്രാർത്ഥിക്കണം എന്ന് എഴുതിയിരുന്നു. കണ്ടോ, അവളുടെ ആഗ്രഹം പറയാൻ പോലും ആരുമില്ല, അത് കേൾക്കാനും ആരുമില്ല. പക്ഷേ ദൈവം അവളുടെ ആഗ്രഹം മനസ്സിലാക്കി അത് നിറവേറ്റിക്കൊടുത്തു. നിങ്ങളുടെ ജീവിതത്തിൽ ഏതോ ഒരു ആഗ്രഹം ആരോടും പറയാനാവില്ല, ആരും മനസ്സിലാക്കുന്നുമില്ല. പറഞ്ഞാൽ ചിരിക്കും, എന്നെ തരം താഴ്ത്തി സംസാരിക്കുമെന്ന് കരുതുകയാണോ? യേശുവിനോട് പോയി പറയൂ, യേശു നിങ്ങളെ ഭംഗിയായി ആശ്വസിപ്പിച്ച് ഭംഗിയായി എല്ലാം നടത്തിത്തരും. തെറ്റിദ്ധരിക്കുകയില്ല, തരം താഴ്ത്തുകയില്ല. അങ്ങനെയുള്ള അത്ഭുതവാനായ ദൈവമാണ് യേശു. അവൻ നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹത്തെ നിറവേറ്റിത്തരും. ഇപ്പോൾ പറയാമോ, ദൈവമേ, എന്റെ മനസ്സിലെ ആഗ്രഹം ഇതാണ്, അതങ്ങേക്ക് മാത്രമേ മനസ്സിലാക്കാനാകൂ. അത് നിറവേറ്റി തരണമെന്ന് ഈ മകൾ പ്രാർത്ഥിക്കുന്നു, ഈ മകൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ മനസ്സിലെ ആഗ്രഹത്തെ നിറവേറ്റിക്കൊടുത്ത് അവരെ അനുഗ്രഹിക്കണമേ. ഇന്ന് തന്നെ അവരുടെ ആഗ്രഹം പൂർത്തീകരിക്കണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ